നിങ്ങൾ നല്ല കോയിൻ്റെ ബിരിയാണി തിന്നിക്കണ? നല്ല പൊരിച്ച കോയിൻ്റെ ബിരിയാണി. ബിരിയാൻ അല്ലെങ്കിൽ ബിരിഞ്ച് എന്ന പദത്തിൽ നിന്നാണ് ബിരിയാണി എന്ന വാക്കുണ്ടാവുന്നത്. അരി എന്നാണ് അതിൻ്റെ അർത്ഥം. ഹൈദരാബാദി ബിരിയാണി, ലക്നൗ ബിരിയാണി, കൊൽക്കത്ത ബിരിയാണി, തലപ്പാക്കട്ടി ബിരിയാണി, തലശ്ശേരി ബിരിയാണി, മലപ്പുറം ബിരിയാണി, കോഴിക്കോട് ബിരിയാണി, അല്ല കോഴിക്കോടൻ ബിരിയാണി, അങ്ങനെ ബിരിയാണികൾ പലവിധം. 16-ാം നൂറ്റാണ്ടിൽ ബാബർ ഇന്ത്യയിൽ മുഗൾ സാമ്രാജ്യം സ്ഥാപിച്ചതോടെയാണ് പേർഷ്യൻ സംസ്കാരവും അവരുടെ പാചകശൈലികളും ഇന്ത്യയിലേക്ക് എത്തിയത്. അക്ബറിൻ്റെ ഭരണകാലത്ത് ബിരിയാണി രാജകീയ വിരുന്നുകളുടെ പ്രധാന വിഭവമായി മാറി. മികച്ച ബാസ്മതി അരിയും ആടിൻ്റെയോ കോഴിയുടെയോ പോത്തിൻ്റെയോ മാംസവും ഉപയോഗിച്ച് ബിരിയാണി മുഗൾ പാചകശാലകളിൽ തയ്യാറാക്കി തുടങ്ങി. കുങ്കുമപ്പൂ, ഏലം, ഗ്രാമ്പൂ, പട്ട, കുരുമുളക് തുടങ്ങി മറ്റ് സുഗന്ധവ്യഞ്ജനങ്ങൾ ബിരിയാണിക്ക് മാറ്റുകൂട്ടി. ദം എന്ന രീതിയാണ് ബിരിയാണിയുടെ പ്രത്യേകത. അരിയും ഇറച്ചിയും മസാലകളും കൂട്ടിയിളക്കി പാളിപ്പാളികളായി വെച്ച് പാത്രം മൂടി ചെറിയ തീയിൽ വേവിച്ചെടുക്കാൻ. സമയമാവുമ്പോൾ ആ ദമ്മങ്ങട് പൊട്ടിക്കും. അപ്പോൾ ഒരു നല്ല മണം വരാനുണ്ട്. അതാണ് നമ്മുടെ ബിരിയാണി. വിശപ്പടക്കാനുള്ള ഭക്ഷണം മാത്രമായിട്ടല്ല, സംസ്കാരത്തിൻ്റെയും അധികാരത്തിൻ്റെയും ആഡംബരത്തിൻ്റെയും ഒരു ചിഹ്നം കൂടിയായിരുന്നു മുഗൾ കാലത്ത് ബിരിയാണി. അതിപ്പോഴും ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെയാണ്.